എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നോട് കുറച്ച് കാര്യങ്ങൾ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കുള്ള ഒരു റിപ്ലൈയും കൂടെ ഒരു വൈറ്റനിങ് പായ്ക്കും. അത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആവും, കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ മറുപടിയൊക്കെ പറഞ്ഞു വരുമ്പോൾ കുറച്ച് ലോങ് ആവും. അപ്പോൾ അത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് റെമഡി മാത്രം കണ്ടിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നേക്കുന്നത് വേറൊന്നുമല്ല, ഒന്നാമതായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ സ്കിൻ പെർമനൻ്റ് ആയിട്ട് സ്കിൻ വൈറ്റനിങ് പായ്ക്ക് പറഞ്ഞു തരാമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പെർമനൻ്റ് ആയിട്ട് നമുക്കൊരു നിറം നിലനിൽക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് പായ്ക്കാണോ നമ്മൾ യൂസ് ചെയ്ത് നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടിയത്, ആ ഒരു പായ്ക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ആ ഒരു പായ്ക്ക് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, പെർമനൻ്റ് ആയിട്ട് ഒരു നിറം നമുക്ക് കിട്ടണം. അതായത് നമ്മൾ ഒരു അത്യാവശ്യം ഡാർക്ക് ആയിരുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് ആ ഒരു നന്നായിട്ട് എന്തെങ്കിലും ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് നമുക്കൊരു നിറം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ ഈ ഒരു പായ്ക്ക് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പെട്ടെന്ന് നമ്മളങ്ങ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടായിരുന്ന ആ ഒരു കളറിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെർമനൻ്റ് ആയിട്ട് ഒരു അടിത്തറ എന്നൊക്കെ പറയല്ലേ, ആ ഒരു കളറിൽ നിന്ന് നമ്മൾ ഓരോ പായ്ക്ക് ചെയ്ത് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മളത് നമ്മുടെ കെയറിങ് എത്ര മാത്രം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ സ്കിൻ തിളങ്ങി നിൽക്കുക. അല്ലാതെ നമ്മളൊരു പായ്ക്ക് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് അത്യാവശ്യം കളർ കിട്ടി, ഇനി ഇത് യൂസ് ചെയ്യണില്ല, ഇനിയിപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലോ എന്ന് ഓർത്ത് നമ്മൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കളറിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പം അതിന് ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളൊരു പുറത്തുനിന്ന് ഒരു ക്രീം വാങ്ങിച്ചു, ഒരു വൈറ്റനിങ് ക്രീം വാങ്ങിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് ചില ക്രീം ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല നിറം വെക്കുന്ന ക്രീമുകളുണ്ട്. ഞാനങ്ങനെ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഓരോരുത്തർ പറയണ കേട്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല കളർ നമുക്കുണ്ടാവും. ആ ഒരു ക്രീം നിർത്തി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ആ ഉണ്ടായിരുന്ന കളറിലേക്ക് തന്നെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അതല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉള്ള കളറും കൂടെ നഷ്ടപ്പെടുന്നതായിട്ടും കാണാറുണ്ട്. അല്ല, നമുക്ക് പല പ്രശ്നങ്ങൾ ഈ ഒരു ക്രീം നിർത്തി കഴിയുമ്പോൾ ഉണ്ടാവാറുമുണ്ട്. പക്ഷെ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്താൽ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കളർ നിലനിൽക്കുക തന്നെ ചെയ്യും. പെർമനൻ്റ് ആയിട്ട് സ്കിൻ വൈറ്റനിങ് പായ്ക്ക് പറഞ്ഞു തരാൻ പറയുന്നവരോട് എനിക്കിതേ പറയാനുള്ളൂ. വേറൊന്നുമല്ല, നമ്മളുടെ സ്കിന്നിനെ ഏറ്റവും യോജിച്ച ഒരു പായ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്കിൻ ടോൺ നമുക്ക് സ്വന്തമാക്കി എടുക്കാൻ പറ്റും. അത് 100-ൽ 101% ഉറപ്പാണ്. പിന്നെ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചിക്ക് ഈ ഒരു കളറ് നേരത്തെ മുതൽ ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ. എനിക്ക് ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കളറ് ഉണ്ടായിരുന്നില്ല. എനിക്ക് മാരേജിന് മുമ്പ് അത്യാവശ്യം കളർ ഉണ്ടായിരുന്നു, എന്നാൽ ഇത്രയും കളർ എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കളർ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ മാരേജ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് 2 ദൂരമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ ഹൈ റേഞ്ച് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ എറണാകുളം ആ ഒരു ഭാഗത്തുനിന്ന് ഹൈ റേഞ്ച് ഭാഗത്തേക്കൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തണുപ്പൊക്കെ കലർന്ന കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഡാർക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സ്കിൻ ഡാർക്ക് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് അതായത് ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞ പിന്നെയാണ് സ്ഥിരം ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് മുൻപ് ജോലി ഉണ്ടായിരുന്നു, അപ്പോൾ പകുതി സമയം വീട്ടിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ സ്ഥിരമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് സ്കിൻ കെയർ ഒന്നും അത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, സ്കിൻ കെയർ ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഡാമേജ് ആവും. ഡെഡ് സ്കിന്നൊക്കെ വന്ന് നന്നായിട്ട് സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിൻ ഒരുപാട് ഡൗൺ ആയി പോയിട്ട് ഒരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെ ഫോട്ടോസൊക്കെ കുറച്ച് ഞാനിവിടെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ വേറെ വീട്ടിലേക്ക് മാറി, സ്വന്തമായിട്ട് നമ്മളൊരു വീട്ടിലേക്ക് മാറി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഫ്രീഡവും അതുപോലെ നമ്മുടെ സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാനുള്ള കുറച്ചുകൂടി ഒരു ടൈം കിട്ടും. എല്ലാവർക്കും അങ്ങനെ പറയണ മറ്റുള്ള എല്ലാവരും കൂടെ താമസിക്കുമ്പോൾ കിട്ടണില്ല എന്നല്ല, പക്ഷെ എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് കേട്ടോ. കാരണം നമ്മൾ സ്വന്തമായിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പം നമ്മുടേതായ ഒരു പ്രൈവസി കുറച്ചുകൂടി ഒന്ന് കൂടുതൽ കിട്ടിയത്
അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ സ്കിൻ കെയർ കുറച്ചുകൂടി ശ്രദ്ധിച്ചു. അപ്പോൾ ആ ഒരു സമയം അങ്ങനെയാണ് ഈ ഒരു ലെവലിലേക്ക് വന്നത്. അല്ലാതെ അതും ഈ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരു കെമിക്കലായിട്ടുള്ള ഒരു ക്രീമോ ഒന്നും ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ലോഷൻ മാത്രമാണ്. അത് മാത്രമേ ഞാൻ പുറത്തുനിന്ന് വാങ്ങി യൂസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ബോഡി ലോഷൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് കൂടുതൽ അത് യൂസ് ചെയ്യുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ ഏകദേശം ഒന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഒരു കൈ ഒടിഞ്ഞത്. അപ്പോൾ കൈ ഒടിഞ്ഞിട്ട് ആ ഒരു സമയത്ത് എൻ്റെ ഫേസിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ഹെയറിലേക്കോ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ശ്രദ്ധിച്ചാൽ അറിയാം എൻ്റെ സ്കിൻ എത്രമാത്രം ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇപ്പോഴും വീണ്ടും റിക്കവർ ചെയ്തത് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 100-101% എനിക്ക് ഉറപ്പുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു പായ്ക്ക് തിരഞ്ഞെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ ഈ പായ്ക്ക് യൂസ് ചെയ്യുമ്പം നമുക്ക് അത് വൈകുന്നേരങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യണം എന്ന് പറയണതിൽ കാര്യമുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ ഈ പായ്ക്കൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ സൺടാൻ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത്, വൈകുന്നേരങ്ങളിൽ ഏത് പായ്ക്കാണെങ്കിലും അപ്ലൈ ചെയ്താൽ നമുക്ക് റിസൾട്ട് ഒന്നുകൂടി കൂടുതൽ കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുറത്തിറങ്ങുമ്പം സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കണം. അല്ല എങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന പായ്ക്കിൻ്റെ വിപരീത ഗുണമായിരിക്കും നമുക്ക് കിട്ടുക. അതൊരു കാര്യം എന്താ പറയണേ, ശരിക്കും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഈ കാരണങ്ങളെല്ലാം ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ദിനേശവല്യാദിനെ കുറിച്ചാണ്. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദിനേശവല്യാദി യൂസ് ചെയ്തിട്ട് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ട് ചേച്ചി ഒന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് റിസൾട്ട് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഉപയോഗിച്ച് നോക്കിയത്. പക്ഷെ എനിക്കത് യൂസ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫലമാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഓർത്തു ദൈവം ഇനിയിപ്പോൾ എങ്ങനെയാവും, കാരണം എല്ലാവർക്കും നല്ല റിസൾട്ട് എന്ന് കിട്ടിയ ഓയില് നമ്മൾ യൂസ് ചെയ്തിട്ട് അത് എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയതെന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെയാവും എന്ന് എനിക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ ഓർത്തു. പക്ഷെ ഞാൻ ആ ഓയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഒരുപാട് പേർക്ക് ഇതേ സെയിം പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചി എനിക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടി, അതുപോലെ തന്നെ എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി, ചേച്ചി യൂസ് ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ടാവാം, അല്ലെങ്കിൽ ചേച്ചി അരമണിക്കൂർ കൂടുതൽ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിലെ സോപ്പ് ഉപയോഗിച്ചു. ഇതൊന്നുമല്ല അതിൻ്റെ കാരണം. ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. നെഗറ്റീവ് കമൻസ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ്, സോപ്പ് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട്. അവരോടൊന്നും എനിക്ക് ഒരു പരാതിയും പരിഭവവും ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ, ശരിക്കും ഈ ഒരു ദിനേശവല്യാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ വൈറ്റൻ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഓയിലല്ല. അപ്പോൾ ഞാനിത് എൻ്റെ അഭിപ്രായമല്ല, നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ആയുർവേദ ഡോക്ടേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒന്നുമില്ലെങ്കിൽ അവരൊരു BAMS എന്ന് പറയുന്ന ഒരു കോഴ്സ് പാസ്സായിട്ടാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇതൊരു സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളപ്പം ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. അല്ലാതെ ഇത് വൈറ്റനിങ് ഓയിൽ അല്ല എന്ന് പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫലമാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് പേർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫലം കിട്ടിയിട്ടുണ്ടെന്ന് കമൻസിൽ കൂടെ പറയുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വൈകുന്നേരങ്ങളിലാണ് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ചായ ഉണ്ടാക്കുക, വൈകുന്നേരത്ത് ചായ ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ കഴിവത് എങ്ങനെ പോയാലും നമ്മളൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും നമ്മളത് നമ്മുടെ ശരീരത്തിൽ ഇരുന്നതിന് ശേഷമാണ് നമ്മളത് വാഷ് ചെയ്ത് കളയണത്. പിന്നെ ഞാൻ സോപ്പ് യൂസ് ചെയ്യാറില്ല, സോപ്പിന് പകരം ബാത്ത് പൗഡറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എന്നിട്ടും എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ എൻ്റെ സ്കിന്നിന് അത് പറ്റുന്നില്ല, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് വന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ മഞ്ചിഷ്ടാദി ഓയിൽ എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓയിലാണ്. നന്നായിട്ട് സ്കിൻ നിറം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് പലരും പറയുന്നതാണ്, ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് അത് യൂസ് ചെയ്തിട്ട് കറുത്ത് പോകുന്നുണ്ടെന്നുള്ളത്.
എന്ന് പറഞ്ഞോണക്ക് തന്നെയാണ് ഈ ഒരു എന്നാ ദിനേശ വല്യാതിയുടെ കാര്യവും. ചിലർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷെ ചിലർക്ക് അത് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നാൽപ്പാമരാതി തൈലം ചിലർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ടുള്ള പക്ഷെ അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലാതി, അങ്ങനെ ഒരുപാട് സ്കിൻ വൈറ്റനിങ് ഓയിൽസ് ഉണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഏത് ഓയിലാണെങ്കിലും നമ്മുടെ സ്കിൻ ടോണിന് ചിലർക്കത് പറ്റും, ചിലർക്കത് പറ്റുന്നില്ല. അപ്പം അത് ആ ഒരു കാര്യമേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. പിന്നെ ഞാൻ അതിനകത്ത് നിന്ന് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വരാനായിട്ട് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു പൊട്ടറ്റോയുടെ ഒരു ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രീം യൂസ് ചെയ്ത പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് തന്നെ നമ്മളൊക്കെ അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റിയിട്ടുണ്ട്. ഞാനിത് ഈ ഒരു ഓയിൽ ഞാൻ അപ്ലൈ ചെയ്തത് ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ബോഡിയിലാണ് അപ്ലൈ ചെയ്തത്, കൈകാലുകളിലും അതുപോലെ നെക്കിലും ഒക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ക്രീം യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് റിക്കവറായി വരാൻ പറ്റി. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ചേച്ചി എങ്ങനെ റിക്കവർ ആയെന്ന്. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താ പറയുക സ്കിൻ കെയറും ആണ് ഇതിൻ്റെ പെട്ടെന്ന് റിക്കവറായി വരാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഉള്ളൂ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഏകദേശം ആയി തോന്നുന്നു. പിന്നെ ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, നമ്മുടെ വീഡിയോ ഇപ്പം തന്നെ അത്യാവശ്യം ലോങ് ആയി, പറഞ്ഞു തരാം. നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് നിറം വെക്കും. അതുപോലെ ഫേസിലൊക്കെ രോമങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രോമങ്ങളൊക്കെ പോകാൻ വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വേറൊന്നുമല്ല, നമ്മൾക്ക് ഒരു അല്പം പാലെടുത്തിട്ട് അതിനകത്തേക്ക് ഒരു നുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അബ്സോർബ് ആകുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അത് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം ഡ്രൈ സ്കിന്നുകാരാണ് എങ്കിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പാലിന് പകരം ഹണി എടുക്കാം, അതുപോലെ തന്നെ തൈര് എടുക്കാം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അതുപോലെ ചിലർക്ക് പാല് അലർജി ഉള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഇത് മാറ്റിയതിന് ശേഷം അതായത് കുഞ്ഞെണീറ്റ്, അതോട്ടെ ഞാൻ വേഗം പറയണേ, നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ റോസ് വാട്ടറിനകത്ത് മിക്സ് ചെയ്ത് റോസ് വാട്ടർ എടുത്തിട്ട് അതിനകത്ത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നന്നായിട്ട് നമുക്ക് നിറം വയ്ക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടറ്റോ ഇല കൊച്ചെണീറ്റാണ് അവിടെ ശ്രദ്ധ പോകണം, അതുകൊണ്ടാണ് കേട്ടോ. ഒരു സെക്കൻഡ്, ഇപ്പോൾ വരാം. പൊട്ടറ്റോ അല്ല, തൈര് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിത് 1-2 ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടു എങ്കിൽ മറക്കാതെ ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്കിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, റിപ്ലൈ തീർച്ചയായിട്ടും തരുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.